എനിക്കത് വീടല്ല, നരക. കള്ളൂടിയനായത് അന്തേ, അതിന് പറ്റിയൊരു തള്ളേ. ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ. ശിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങള്. നമ്മുടെ കോയമ്പറ്റയിലെ ലേത കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ. ഇടയ്ക്കെന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം. സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരുന്ന് പഠിക്ക്. ഹലോ ലത? അതെ. ആ, ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു? ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ. ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പൊക്കോളൂ, അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? ആ, 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. നിങ്ങൾ ആ മുരുകനെ ഹലോ സാമി സാർ, വണക്കം. ஆமா, விஜய் பேசுறேன். வல்சரவாக்கத்துல இருந்து. சௌக்கியம் சௌக்கியம். நீங்க எப்படி இருக்க சார்? அது நீங்க எனக்காக ஒரு உதவி பண்ணணும். அல்ல அல்ல அல்ல, வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார். நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா? SLC அவ்வளோதான். அது ஒரு 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 സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ. சொல்லுங்க சார். 9443932930 செல்வன். ஓகே. ஆமாம் சார். ரொம்ப தேங்க்ஸ். ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ, സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നുമല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുക്ക്. നീ എന്തറിഞ്ഞിട്ടേ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച സാമിയില്ലേ, അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമറാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യുക. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാനില്ല. ആലോചിച്ചു പറയേ, മോളുടെ ജീവിത. വാ, വരൂ, ഇരിക്കേ. മോളെ, ആ സാമി ഒരു സെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്.
അവരുടെ സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണ് ഞാനിപ്പോൾ വിളിക്കാം. സ്വിച്ച് ഓഫാ. ശെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവൾ ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ. അല്ലല്ല, പ്രൊഡ്യൂസർ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ ഇതിലേക്ക് നമ്പറും പേരൊന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. ஐயோ இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ സ്നേഹിച്ചോ? പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്കിത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചീനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ പറഞ്ഞ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്കേ. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നൊക്കെ മോൾക്ക് മനസ്സിലായോ?